നോർമലായപ്പോഴേ എൻ്റെ മനസ്സിനകത്ത് തോന്നുന്നത് ഞാൻ ഈ സമയത്ത് ഇവിടം വിട്ടെവിടെയോ പോയിരുന്നു എന്നുള്ളതാണ് മനസ്സിനകത്ത് കാണുന്നത്, മനസ്സിനകത്തുണ്ട്. ആ ബോഡിയുടെ ഫ്ലൈ ചെയ്ത് എൻ്റെ ബോഡിയുടെ മുകളിലോട്ട് ആ തട്ടിൻ്റെ പുറത്ത് നിൽക്കുന്നു. എനിക്കൊരു രൂപമില്ല. ഐ നോ ദാറ്റ് ആ സമയത്ത് എൻ്റെ ബ്രത്ത് പോകുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഹാർട്ട് നിൽക്കുന്നില്ല എന്നുള്ള എനിക്കറിയില്ല. വളരെ അടുപ്പമുള്ള ആളുകളായിരുന്നു. അവരോടി വന്ന് എൻ്റെ പൊന്ന് സാറേ എന്ന് പറയുന്നത് എൻ്റെ നെഞ്ചിലോട്ട് അവർ വീഴുന്നു. മൂന്നാമത്തെ ദിവസം ഈ വിട്ട കൂട്ടി തച്ച ഭാഗം ട്വിസ്റ്റ് ചെയ്യുകയും ഓം എന്നുള്ളൊരു ശബ്ദം മാത്രം കേൾക്കാം. ആ ടണലിങ്ങനെ നീണ്ടു ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അതിൻ്റെ എൻഡിലെത്തുന്നു. അപ്പോൾ ഈ സമയത്തൊന്നും എനിക്ക് ഓർമ്മയില്ല, എനിക്കൊന്നും അറിയത്തില്ല. അത് കഴിഞ്ഞൊരു 10 ദിവസമോ 16 ദിവസത്തോളം ഞാൻ ഡിസോറിയൻറ്റഡ് ആയിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു തോന്നുന്നു. സമയമായിട്ടില്ല, പോയിട്ട് വരൂ, ഇനിയും ആയിരങ്ങൾ നോക്കാനുണ്ട്. മരണാനന്തര ജീവിതമുണ്ടോ എന്ന് മനുഷ്യൻ എന്നും തിരയുന്നൊരു ചോദ്യമാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറാണ്. സാർ നമസ്തേ. നമസ്കാരം സാർ. അങ്ങയുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ പോയ കുറച്ച് നിമിഷങ്ങൾ, അതിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ അങ്ങ് പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ അത് ഹാലൂസിനേഷൻ ആണെന്ന് പറയുന്ന പല ആളുകളുമുണ്ട്. പക്ഷേ ആ നിയർ ഡെത്ത് അനുഭവങ്ങൾ, ഇപ്പോൾ മരണത്തോടെടുക്കുമോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അതൊരു ഡോക്ടർ അനുഭവിക്കുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. അങ്ങനെ ലൈഫ് എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? തീർച്ചയായും. എന്നെ സംബന്ധിച്ച് ഞാൻ 1972 മുതൽ അനസ്തീസിയ വിഭാഗത്തിൽ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. എല്ലാ ദിവസവും അനസ്തീസിയ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഓപ്പറേഷൻ കാണുകയും അതിൻ്റെ പേഷ്യൻസ് ഓപ്പറേഷനിലോട്ട് പോവുകയും അത് കഴിഞ്ഞ് ഉണർന്നു വരികയും തിരിച്ചു വിടുകയും വാർഡിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. കാരണം 24 മണിക്കൂറും മിക്കവാറും അനസ്തീസിയ കൊടുക്കുക, ഓപ്പറേഷൻ കാണുക, അതിൻ്റെ ഇവൻറ്റ്സ് കാണുക, ചിലപ്പോൾ ഡെത്തും കാണേണ്ടി വരിക, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ സങ്കടവും അല്ലാതെ സന്തോഷവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇരിക്കുന്നത്. 79 എനിക്ക് പെട്ടെന്ന് വയറിനൊരു വേദനയുണ്ടാകുകയും അത് പെട്ടെന്ന് ഓപ്പറേഷനിലേക്ക് പോവുകയും അപ്പൻഡിസെക്ടമി ചെയ്യുകയും ചെയ്തു ഒരു ദിവസം. അത് കഴിഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്തൊക്കെ പോയി. പക്ഷേ സ്വാഭാവികമായിട്ടും അപ്പൻഡിസെക്ടമി ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും വയറ് തുറന്ന് ചെയ്തു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ കുടലുകൾ തമ്മിൽ ഒട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് എനിക്ക് കൂടെ വയറുവേദന ഉണ്ടാകുകയും അത് ഫ്ലൂയിഡ് അഡ്ജസ്റ്റ് ചെയ്ത്, ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് എന്താ സംഭവിക്കുമെന്ന് എനിക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് ഞാൻ ആ രീതിയിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 1992 ജൂലൈ മാസത്തിലാണ് അക്യൂട്ടായിട്ട് ആ വേദന കൂടുകയും നിവൃത്തിയില്ലാത്ത രീതിയിലോട്ട് വീണ്ടും മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് ജൂലൈ മാസത്തിൽ 12-ാം തീയതി ആയിട്ടാണെന്ന് തോന്നുന്നു സർജറി ചെയ്തു. ആ സമയം വർക്ക് ചെയ്തുകൊണ്ടിരുന്നല്ലോ? ആ സമയവും ഞാൻ വർക്ക് ചെയ്തു. എല്ലാ ദിവസവും ഞാൻ ലീവ് എടുക്കുന്ന ഒരാളല്ല. ഒരു ലീവും ഇതുവരെ എടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യനായിപ്പോയി. എനിക്കൊന്ന് അന്ന് അനസ്തേഷ്യ ചെയ്യുന്ന ഡോക്ടർമാർ വളരെ കുറവാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ 73-ലൊക്കെ ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ. 24 മണിക്കൂർ അനസ്തീസിയ കൊടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു മെഡിക്കൽ കോളേജിൻ്റെ റെസിഡൻറ്റ് പോസ്റ്റിലും കൂടെ ആയിരുന്നു. അപ്പം അത് കാരണം 24 മണിക്കൂർ ഹോസ്പിറ്റലിനകത്തുള്ള ജീവിതം, അപ്പം അത് ബുദ്ധിമുട്ടില്ലാതെ പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഉണ്ടായതൊന്നും അല്ല ഈ അസ്വസ്ഥതയും അസുഖമൊന്നും. അപ്പൻഡിസെക്ടമിയാണ്. അത് കഴിഞ്ഞ ശേഷം വയറിനുള്ള ഈ പ്രശ്നം വന്നു. വീണ്ടും ഒരു ഓപ്പറേഷന് വേണ്ടി വിധേയനാകേണ്ടി വന്നു. ഓപ്പറേഷന് വിധേയനായി. അത് കഴിഞ്ഞിട്ട് തുറക്കുമ്പോഴത്തേക്ക് ഇൻഡസ്റ്റൈൻ്റെ ഒരു ഭാഗം ഒരു 3 ഇഞ്ചോളം നീളത്തിൽ അകത്തുള്ള ലൂമൻ, അതായത് പാസേജ് പദാർത്ഥങ്ങൾ പോകാനുള്ള പാസേജ് അങ്ങ് അടഞ്ഞു. അപ്പോൾ അത്രയും ഭാഗം മുറിച്ച് മാറ്റിക്കൊണ്ട് തമ്മിൽ യോജിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് എന്നെ വാർഡിലോട്ട് വിട്ടു. പ്രോബ്ലം ഒന്നുമില്ലായിരുന്നു. അടുത്ത ദിവസം എഴുന്നേറ്റ് നടന്നു. 3-ാമത്തെ ദിവസം ഈ വിട്ട കൂട്ടി തച്ച ഭാഗം ട്വിസ്റ്റ് ചെയ്യുകയും അപ്പോൾ അത് താഴോട്ടുള്ള തന്നെത്താൻ ചുരുങ്ങിപ്പോയി, അത് ഒന്ന് മുറുകിയതാണ്. അപ്പോൾ അതുകൊണ്ട് താഴോട്ട് ഉള്ള ഫുഡ് പോകാതിരിക്കുകയും വീണ്ടും വൊമിറ്റിങ്ങും ഒക്കെ വരികയും ചെയ്തതുകൊണ്ട് വീണ്ടും നമ്മൾ 3-ാമത്തെ ദിവസം ലാപ്പറോട്ടമി വീണ്ടും ചെയ്തു.
വീണ്ടും ചെയ്യുമ്പോൾ ക്രിട്ടിക്കലാണ്, ക്രൂഷ്യലാണ്, BP കുറവാണ്, ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് എന്നറിയാം, ഇലക്ട്രോലൈറ്റ് ബാലൻസും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു അനസ്തെറ്റിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്കറിയാമായിരുന്നു. പക്ഷേ ഞാൻ ടുവേഴ്സ് ദ തിയേറ്ററിലോട്ട് പോകാൻ നേരത്ത് നല്ല കോൺഷ്യസ് ലെവലൊന്നും അല്ല. പിന്നെ അത് ഓപ്പറേറ്റ് ചെയ്തു. തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത്രയും ഭാഗത്തിൽ ഒരു നല്ലൊരു ഭാഗം ബ്ലഡ് സപ്ലൈ ഇല്ലാതെ കറുത്ത നിറത്തിലായിപ്പോയി. അപ്പോൾ അത് ജീവിതത്തിലോട്ട് തിരിച്ചു വരാനുള്ള ഇൻഡസ്ട്രീൻ്റെ ഇത് കുറവാണ്. അപ്പോൾ അത് അങ്ങനെയുള്ളപ്പോഴത്തേക്ക് സാധാരണ ചെയ്യുന്ന അത്രയും ഭാഗം മുറിച്ച് കളയണം. അത്രയും ഭാഗം മുറിച്ച് കഴിഞ്ഞാൽ ജീവിക്കുന്നതിനൊരു വലിയ ഗുണമൊന്നും കാണുമെന്ന് തോന്നുന്നില്ല. അത് കാരണം ഡോക്ടേഴ്സ് അത് മുറിച്ച് മാറ്റാതെ തിരിച്ച് അതേപോലെ തന്നെ ഇട്ട് അടച്ചു. എന്നിട്ട് കുടലിൻ്റെ ഒരു ഭാഗം പുറത്ത് വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് തന്നെ മാറ്റി. അപ്പോൾ ഈ സമയത്തൊന്നും എനിക്ക് ഓർമ്മയില്ല, എനിക്കൊന്നും അറിയത്തില്ല. അത് കഴിഞ്ഞൊരു 10 ദിവസമോ 16 ദിവസത്തോളം ഞാൻ ഡിസോറിയൻറ്റഡ് ആയിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എൻ്റെ വൈഫ് പറയാറുണ്ട്, എപ്പോഴും ആളുകളെടുത്ത് സംസാരിക്കും, പക്ഷേ ഇങ്ങനെ ടോക്കറ്റീവ് ആയിരുന്നു. എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നുള്ള അല്ലാതെ ഒന്നും അറിയില്ല. അപ്പോൾ പിന്നെ ഒരു ദിവസം ഉണർന്നു കഴിയുമ്പോൾ എൻ്റെ കുടലിൻ്റെ ഇടത് ഭാഗത്ത്, വയറിൻ്റെ ഇടത് ഭാഗത്തുള്ള ഒരു പോർഷനിൽ കുടൽ പുറത്തോട്ട് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അത് ഞങ്ങൾ എടുത്ത് വെച്ചേക്കുന്നതാണ് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ. അത് മുതുക് മുഴുവൻ വ്രണമടിച്ചിട്ട് വേദന ഉണ്ടായിരിക്കും. പക്ഷേ എനിക്കങ്ങനെ വലിയ വേദനയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കമിഴ്ന്ന് കിടക്കാനും വയ്യ, മലർന്ന് കിടക്കാനും വയ്യാത്തൊരു സ്റ്റേജിലാണ്. ആ സ്റ്റേജിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നു, നോർമലായപ്പോഴേ എൻ്റെ മനസ്സിനകത്ത് തോന്നുന്നത് ഞാൻ ഈ സമയത്ത് ഇവിടം വിട്ടെവിടെയോ പോയിരുന്നു എന്നുള്ളതാണ് മനസ്സിനകത്ത് കാണുന്നത്, മനസ്സിനകത്തുണ്ട്. പക്ഷേ അത് ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് പറയുന്നു, വേറെ ആരുടെ പറയരുതെന്നും പറഞ്ഞു. കാരണം ഇത് ഒരു വിഭ്രാന്തിയോ ഭ്രാന്തോ അല്ലെങ്കിൽ ഹലൂസിനേഷനോ അങ്ങനെയൊക്കെ ആയിട്ട് പറയാം. പക്ഷെ ഞാൻ കണ്ടത് വേറെയാണ്. അത് അത്രയും ദിവസം ആ കോമയിൽ ആയിരുന്നു. അത്രയും ദിവസം കോമ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഡിസോറിയൻറ്റഡ് ആണ്. എനിക്ക് അറിയത്തില്ല, ഞാൻ ഒരു ആളുകളെ കണ്ട് സംസാരിക്കുന്നു എന്ന് വൈഫ് പറയുമെങ്കിലും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അത് സംസാരിച്ചിട്ടുള്ളത്. ആ സമയമൊന്നും എനിക്ക് ഓർമ്മയില്ല, എത്ര ദിവസമൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ എടുത്ത് കണ്ണാടി വെച്ച് എൻ്റെ മുഖം കാണുന്ന സമയത്ത് ഇത്രയും പ്രാകൃതമാണെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം 60 കിലോ ആയിരുന്ന ഞാൻ 43 കിലോ ആയിട്ടാണ് കുറഞ്ഞിട്ടുണ്ട്. 20 കിലോ കുറയുമ്പോഴുള്ള രൂപം അറിയാമല്ലോ. അപ്പോൾ അത്രയും വളരെ മോശമായ ഒരു കണ്ടീഷനിലാണ് ഞാൻ കിടക്കുന്നതെന്ന് മനസ്സിലാകുന്നു. താടി അവിടെ ഇവിടെയൊക്കെ വളർന്നിട്ടുണ്ട്, വയറിൽ ഇങ്ങനെ കുടൽ പുറത്തിരിപ്പുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ്. അപ്പോൾ ആ സമയത്ത് അത്രയും നമ്മൾ അബോധാവസ്ഥയിലായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് പെയിൻ ഇല്ലായിരുന്നു, സത്യമാണ്. വേദനയൊന്നും വലുതായിട്ടില്ല. പക്ഷെ ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല, അറിയാതെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു, അതും എനിക്കറിയില്ല. അത് കഴിഞ്ഞ ശേഷം പിന്നെ അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും എന്നെ ഡിസ്ചാർജ് ചെയ്യാറായി. ഡിസ്ചാർജ് ചെയ്യാനുള്ളതിൻ്റെ തലേ ദിവസം കമോഡിൽ പോയിരിക്കുമ്പോഴത്തേക്ക് മലത്തിന് പകരം ബ്ലഡാണ് പോയത്, കംപ്ലീറ്റ് ബ്ലഡാണ്. അപ്പോൾ 46-ാമത്തെ ദിവസമായിട്ടാണെന്ന് തോന്നുന്നു, 45 ദിവസമായി കാണും. അത് കണ്ടിട്ട് ഞാൻ തിരിച്ചു വന്ന് വീണ്ടും പോകണമെന്ന് തോന്നി. എണീറ്റപ്പോഴത്തേക്ക് നേരെ ചെന്ന് ബെഡിലോട്ടങ്ങ് വീഴുന്നു, മലർന്നങ്ങ് വീഴുന്നു വെച്ചാൽ ഐ നോ ദാറ്റ് ആ സമയത്ത് എൻ്റെ ബ്രത്ത് പോകുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഹാർട്ട് നിൽക്കുന്നില്ല എന്നുള്ള എനിക്കറിയില്ല. ആ വീണ് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ അടുത്ത് തന്നെ ഓടി വന്ന ഒരു നഴ്സിംഗ് അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. അവർ ഓടി വന്നത് വളരെ അടുപ്പമുള്ള ആളുകളായിരുന്നു. അവർ ഓടി വന്ന് എൻ്റെ പൊന്ന് സാറേ എന്ന് പറയുന്നത് എൻ്റെ നെഞ്ചിലോട്ട് അവർ വീഴുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ബ്രത്ത് എടുക്കുന്നു. പിന്നെ എനിക്ക് ചെറുതായിട്ട് ഓർമ്മ വരുമ്പോഴത്തേക്ക് അവരെന്നെ തള്ളിക്കൊണ്ട് ചിത്ര സെൻറ്ററിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ ഒരു പ്രൊസീഡിയർ ചെയ്യാനാണ് കൊണ്ടുപോയത്. ഇൻഡസ്ട്രൈൻ ബ്ലീഡിങ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ആ ഇവൻസും ഒക്കെ കഴിയുന്നു. പിന്നെ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് നോർമലായി. 2 വശത്തും ഇവിടത്തൊക്കെ കെട്ടി തച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിറകു വശത്ത് വ്രണമുണ്ട്, അവിടെയും പാഡൊക്കെ വെച്ചിട്ടുണ്ട്. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. അപ്പോഴത്തേക്കാണ് ഞാൻ പൂർണ്ണമായിട്ടും വൈഫിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ ഇന്ന കണക്ക് ഞാൻ കണ്ടു എന്ന് പറയുന്നത്. ഞാൻ എന്ത് കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂറിങ് ആ പീരീഡിൽ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നതായിട്ടൊന്നും അല്ല ഞാൻ കാണുന്നത്. കാണുമ്പോൾ ഞാൻ ഒരു ബെഡിലുണ്ട്. എൻ്റെ ബെഡിൻ്റെ 2 വശത്തും 2 ഡോക്ടേഴ്സൊക്കെ നിൽപ്പുണ്ട്. എൻ്റെ ഫ്രണ്ട്സുണ്ട്, എനിക്കറിയാവുന്നവർ തന്നെ ഉണ്ട്. മരിച്ചുപോയ ഡോക്ടർ അക്ബർ ഉണ്ട്. ഇപ്പം ഇങ്ങനെ പല ആളുകളും നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം മരിച്ചുപോയത്? അദ്ദേഹം ഇപ്പോഴാണ് മരിച്ചത്. അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന ആളാണ്, എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. സർജറിയിൽ പ്രൊഫസറായിരുന്നു.
അക്ബറൊക്കെ അവിടെ നിൽപ്പുണ്ട്, ഡോക്ടർ ജോഷിയുണ്ട്, ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്, അദ്ദേഹമുണ്ട്. എല്ലാവരും നോക്കി എൻ്റെ എക്സ്റേ ഒക്കെ നോക്കി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ മുകളിൽ നിൽക്കുകയാണ്. ആ ബോഡിയുടെ ഫ്ലൈ ചെയ്ത് എൻ്റെ ബോഡിയുടെ മുകളിലോട്ട് ആ തട്ടിൻ്റെ പുറത്ത് നിന്ന് നിൽക്കുന്നു. എനിക്കൊരു രൂപമില്ല, വെയ്റ്റ്ലെസ് ആണ്, പ്ലസൻ്റ് ആണ്, നല്ലൊരു രീതിയിലാണ് ഞാൻ കാണുന്നത്. സന്തോഷവാനായിട്ടാണ് ഞാനിത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവരതെല്ലാം കുറച്ച് ഡിസ്കസ് ചെയ്തു. വിത്തിൻ സെക്കൻഡ്സ്, ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് പോലും കാണത്തില്ല, ഞാൻ അവിടെ നിന്ന് കിളന്നങ്ങ് പോവുകയാണ്. വടക്കോട്ടുള്ള ദർശനം പോക്കാണെന്ന് എനിക്ക് തോന്നി. നോർത്ത് വൈസാണ്, ആ റൂമിൻ്റെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നോർത്ത് വൈസിലോട്ട് അങ്ങ് പോകുന്നു. ഒരു ടണലിൽ കൂടെ കയറുന്ന ഒരു പ്രതീതിയാണ്. ടണലിൽ മുഴുവനും നല്ല സൗണ്ടാണ്. സൗണ്ട് എന്ന് വെച്ചാൽ ഓം എന്നുള്ളൊരു ശബ്ദം മാത്രം കേൾക്കാം. ആ ടണൽ ഇങ്ങനെ നീണ്ടു ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അതിൻ്റെ എൻഡിലെത്തുന്നു. ആ എൻഡിൽ ഒരു ഫണൽ പോലെ അത് വൈഡൻ ചെയ്യുന്നു. ആ ഫണലിൻ്റെ അറ്റത്തൂടെ ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നല്ല ബ്രൈറ്റ് ലൈറ്റ്, നല്ല വെളിച്ചമാണ്. ആ വെളിച്ചത്തിനപ്പുറം ചെല്ലുമ്പോഴത്തേക്ക് നല്ല കൂളാണ്, സുന്ദരമായ പുറത്തേക്ക് പോയിട്ട് പുറത്തോട്ട് ഞാൻ ചാടിക്കഴിഞ്ഞാൽ പോകുന്നത് ഫ്ലൈ ചെയ്യുകയാണ്. ഒരു നദിയുടെ പുറത്തുകൂടെയാണ് ഞാൻ പോകുന്നത്. നദിയുടെ വളരെ വലിയ നദിയാണ്. ആ നദിയുടെ മുകളിൽ കൂടെ ഞാൻ ഇങ്ങനെ ഫ്ലൈ ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് അപ്പുറത്തിറങ്ങി ഒരു വലിയ വൃക്ഷമാണ്. ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇറങ്ങുന്നു. അവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല പ്ലസൻ്റാണ്, നല്ല കോൾഡാണെങ്കിലും നല്ല സുന്ദരം സന്തോഷമായ ഒരു സ്ഥലം. അവിടെ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം കുറച്ച് മുന്നോട്ട് പോയി ചാടി തന്നെ അത് പോകുന്നതായിട്ട് അറിയാം. സെക്കൻഡ്സ് പോലും എടുക്കത്തില്ല എന്ന് തോന്നുന്നു. അത് ഫ്ലൈ ചെയ്ത് ഒരു വലിയ ഗേറ്റുണ്ട്. ആ ഗേറ്റിനകത്തോട്ട് കിടക്കുമ്പോൾ ഗേറ്റിൻ്റെ രണ്ട് വശത്തും ഒരു കുറ്റിച്ചെടികൾ വെട്ടി നിർത്തിയിട്ടുണ്ട്. അതിൽ വെള്ള പൂക്കളുണ്ട്, ചെറിയ പൂക്കൾ, 4 ഉള്ള നല്ല വെള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഫ്ലാഷ് ചെയ്ത് ഞാനിങ്ങനെ പോവുകയാണ്. പോകുമ്പോഴത്തേക്കൊരു വലിയ എന്താണെന്ന് വെച്ചാൽ ഒരു ചുവന്നെന്ന് പറയാനൊക്കത്തില്ല, തീയുടെ കളറിലൊരു തീ തന്നെ ഇങ്ങനെ കാണുന്നു. ആ കൂമ്പാരത്തിലോട്ട് ഞാൻ ഇങ്ങനെ നോക്കി അടുത്തോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ലൈറ്റാണ്. പക്ഷേ അതിലോട്ട് ഞാൻ അടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് എന്തോ ഒരു ഇതിൽ എൻ്റെ അടുത്ത് പറയുന്നു, സമയമായില്ല, പോയിട്ട് വരും എന്നിങ്ങനെ പറയുന്നു. ഇത് കേൾക്കാം, സമയമായിട്ടില്ല, പോയിട്ട് വരും, ഇനിയും 1000 നോക്കാനുണ്ട്. ഇത് മാത്രം ഇങ്ങനെ കേൾക്കാം.